നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുതിർന്ന ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭാരതരത്ന നൽകി ആദരിച്ചു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരായ ചൗധരി ചരൺ സിംഗ്, പി.വി. നരസിംഹറാവു എന്നിവർക്കും ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിനും ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം.എസ്. സ്വാമിനാഥനും മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന സമ്മാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ, കോൺഗ്രസ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തിരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് ജില്ലാ വരണാധികാരിയുടെ താക്കീത്. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് ചട്ടലംഘനമാണെന്ന് ജില്ലാ വരണാധികാരി വ്യക്തമാക്കി. ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന താക്കീത് നൽകിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ജില്ലാ വരണാധികാരി റിപ്പോർട്ട് കൈമാറിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ തോമസ് ഐസക്കിന്റെ വിശദീകരണം കൂടി പരിശോധിച്ചതിന് ശേഷമാണ് നടപടി. പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് ആളെ കൂട്ടാനായി തോമസ് ഐസക് നീക്കം നടത്തുന്നുവെന്ന് ആശാ വർക്കർ കോർഡിനേറ്റർ പറഞ്ഞിരുന്നു. പ്രമാടം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം പൂങ്കാവിൽ യോഗം വിളിച്ചിട്ടുണ്ടെന്നും ഇതിൽ പങ്കെടുക്കണമെന്നും ആശാ വർക്കറിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അങ്കണവാടി ജീവനക്കാരും ആശാ വർക്കർമാരും പങ്കെടുക്കണമെന്നായിരുന്നു ഈ ഒരു നിർദ്ദേശം. ഇതിനു മുമ്പും കുടുംബശ്രീ പ്രവർത്തകരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും പ്രചരണ പരിപാടികൾക്ക് പങ്കെടുപ്പിച്ചതിൽ തോമസ് ഐസക് വിമർശനം നേരിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പ്രചരണത്തിന് ആളില്ലാതെ AI സാങ്കേതിക വിദ്യ വരെ ഉപയോഗിച്ച് പ്രചരണം നടത്തുന്ന പ്രബുദ്ധരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ. ഈ തിരഞ്ഞെടുപ്പിനെ അവർ വല്ലാതെ ഭയക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇതെല്ലാം. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കേരളത്തെ മുടിപ്പിക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്നും തറവാട് മുടിക്കുന്ന കാരണവരെ പോലെയാണ് കേരള ജനതയോട് പിണറായി പെരുമാറുന്നതെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. ജനങ്ങളുടെ പണമെടുത്താണ് സർക്കാർ ഈ ധൂർത്തും രാഷ്ട്രീയ പ്രചാരണവും നടത്തുന്നത്. തനത് വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള നടപടികൾ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദായ നികുതി വകുപ്പിന് മറുപടി നൽകാൻ കാലതാമസം വരുത്തുന്നതിന്റെ ഏക ഉത്തരവാദി കോൺഗ്രസിന്റെ അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. 2018 മുതൽ കോൺഗ്രസിന് നോട്ടീസ് നൽകുന്നുണ്ട്. 6 വർഷത്തിന് ശേഷമാണ് അക്കൗണ്ട് മരവിപ്പിച്ചത്. ഇത്രയും കഴിവില്ലാത്ത, ഇത്രയും പിടിപ്പുകേട് വരുത്തുന്ന പാർട്ടിയെ രാജ്യത്തിന്റെ നേതൃത്വം എങ്ങനെ ഏൽപ്പിക്കാനാകും? ഈ പാർട്ടിയെ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? അതെ, അദ്ദേഹം ചോദിക്കുന്നത് ശരിയാണ്. ഈ പാർട്ടിയെ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിച്ചേൽപ്പിക്കുക? ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ വികസനം എത്തണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ സംസ്ഥാനം, അതിലൂടെ നമ്മുടെ രാജ്യവും വികസിക്കണമെന്നുണ്ടെങ്കിൽ, അഴിമതിയില്ലാത്ത ഭരണം വരണമെന്നുണ്ടെങ്കിൽ അത് ഇനി തിരഞ്ഞെടുപ്പിലൂടെ തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.